നേരത്തെ എണീറ്റ ബോബിക്കുട്ടിയെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസം. വീട്ടിലെ പണികളുമായി ഓടി നടക്കുന്ന അച്ഛൻ, നടന്നാലും നീങ്ങാത്ത താറാവ്, പഴം ആക്രാന്തത്തോടെ കഴിക്കുന്ന ഞാൻ. ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ കാഴ്ചകൾ. അങ്ങനെ ഇന്നത്തെ പായസക്കയറ്റ് നേരെതാ തിരുനെല്ലിയിലേക്ക്. ഉത്സവ കച്ചവടങ്ങൾ ഒരുപാടുണ്ട്. ഇന്നാണ് ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ. ഇന്നൊരു ഞായറാഴ്ചയാണ്. പായസം കുടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരെത്തി. നമ്മുടെ ബ്ലോഗ് കണ്ട് പരിചയമുള്ള ആൾക്കാരായിരുന്നു കൂടുതലും. ബോബിക്കുട്ടിക്ക് ഈ ഫാമിലിയുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നത്തെ പായസം തീർത്തിട്ട് വേണം ടൗണിലേക്ക് പോകാൻ. നാളെ വിഷുവും കൂടിയാണല്ലോ. അപ്പോൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. മുണ്ടുകൊടുക്കാൻ അറിയാത്തവരും മുണ്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. നിങ്ങൾ വിചാരിക്കും എനിക്ക് കൊടുക്കാൻ അറിയുന്നു. എനിക്ക് തീരെ കൊടുക്കാൻ അറിയില്ല. യുവന്മാരെൻ്റെ ഫ്രണ്ടും കൂടിയാണ്. അവന്മാരെയും കൂട്ടി പായസം തീർന്നതിന് ശേഷം അതൊരു ചായ കുടിക്കാൻ പോയി. പിന്നീട് അവർക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നേരെ പഞ്ചതീർത്ഥ കുളത്തിലേക്ക് ഒരു യാത്ര. അതിനിടയിൽ ഞാനും ഒരു വീഡിയോ സെറ്റാക്കി. അച്ഛൻ്റെ ഫോട്ടോ കുഞ്ഞു മോൾ എടുത്തു കൊടുക്കുന്ന ഒരു കാഴ്ച. അതൊരു സുന്ദരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. ഈ കാണുന്ന കുഞ്ഞോമനകളുടെ കുറച്ച് ഫോട്ടോസും ഞാൻ എടുത്തു കൊടുത്തായിരുന്നു. ബേബിയുടെ ചേച്ചിയും ഭർത്താവും വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന് നീണ്ടൊരു നിര കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് വിട്ടു. ഫ്രണ്ട്സിനെയും കൂട്ടി വിഷുവിനുള്ള പർച്ചേസിങ്ങിലേക്ക്. പോകുന്ന വഴിക്ക് നല്ല ചൂട് പൊറോട്ട കഴിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പോയിട്ട് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഒരു കൃഷ്ണ വിഗ്രഹവും വാങ്ങി. നാളെ കണി വെക്കണമല്ലോ. പിന്നെ ഒരുപാട് പലചരക്ക് സാധനങ്ങളും. അതെല്ലാം കഴിഞ്ഞ് കണി വെക്കാൻ വേണ്ട കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് വാങ്ങാൻ നേരെ മേലെ പോയി. അവിടെ നിന്ന് ഒരു മോരും വെള്ളം കുടിച്ചു. പിന്നെ വേണ്ട കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസും വാങ്ങി നേരെ കാട്ടിക്കുളം ടൗണിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വിട്ടോ. വരുമ്പോൾ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. തിരിച്ചു പോകുമ്പോൾ കുഞ്ഞാറ്റയും അച്ചമ്മയും കൂടി കിട്ടി. അവരെയും കൂടി വണ്ടി കയറ്റിയിട്ടുണ്ട്. പശുവിൻ്റെ കൊമ്പിൻ്റെ നീളം കണ്ടിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. വീട്ടിലേക്ക് കണി വെക്കാൻ വേണ്ട കണിക്കൊന്നൊക്കെ പറിച്ചിട്ടുണ്ട്. സാധനങ്ങൾ എടുക്കാൻ ബേബി അർബാനയായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മുടെ ബോബി.